Meet the editors. ക്രെഡിറ്റിൽ തർക്കം വേണോ എന്നാണ് ചോദ്യം. ക്രെഡിറ്റിൽ തർക്കം വേണോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ വരുന്നു, പഴയ അതേ കഥകൾ ആവർത്തിക്കുകയാണ്. ക്രെഡിറ്റ് വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ആർക്ക്? ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു തർക്കം വേണോ? ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു തർക്കം വേണ്ട എന്ന് മാത്രവുമല്ല, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മേലൊരു ക്രെഡിറ്റിൻ്റെ തർക്കമല്ല ആവശ്യം, മറിച്ച് ഇത് സംസ്ഥാനത്തിൻ്റെ ആകെ ക്രെഡിറ്റാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരു സംസ്ഥാനത്തെ സർക്കാരുകൾ, ആ സർക്കാരുകളുടെ രാഷ്ട്രീയ നേതൃത്വം മാറി വന്നാലും ആ സർക്കാരുകൾ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. പ്രത്യേകിച്ച് ഒരു മേജർ പോർട്ടിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നേ അല്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ശരിയാണ്, 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് വിഴിഞ്ഞം പോർട്ടിന്. നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ 1991 കെ കരുണാകരൻ മന്ത്രിസഭയിൽ അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവനാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യം എന്താ? വലിയൊരു രാഷ്ട്രീയ കോളിളക്കം ഉണ്ടായ ഭരണകാലഘട്ടമല്ലേ 1991-96 എന്ന് പറയുന്നത്. കാരണം എന്താ? ISRO ചാരക്കേസ് ഉണ്ടായി. കെ കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചൊരു കാലഘട്ടമാണ് ഈ 91-96 മിനിസ്ട്രിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൽ തന്നെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ MVRനെ പോലൊരു തുറമുഖ വകുപ്പ് മന്ത്രിക്കോ കരുണാകരൻ സർക്കാരിനോ പിന്നീട് വന്ന ആന്റണിക്കോ ആ പദ്ധതിയുമായി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. പക്ഷേ 96 EK നായനാർ സർക്കാർ വരുമ്പോൾ വീണ്ടും ഈ പദ്ധതി സജീവമാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഫീസിബിലിറ്റി സ്റ്റഡീസൊക്കെ നടക്കുന്നു, അത് പിന്നെയും മുന്നോട്ട് പോകുന്നു. വീണ്ടും 2001 ആന്റണി മന്ത്രിസഭ വരുന്നു. 2001 ആന്റണി മന്ത്രിസഭ വരുമ്പോൾ ശരിക്കും ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ്? ടെൻഡർ അടക്കം ക്ഷണിച്ചു, അല്ലേ? ആഗോള ടെൻഡർ ക്ഷണിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോഴും ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയ ഡെവലപ്മെൻറ്റ് എന്താണ്? 2004 നടക്കുന്ന അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രം കോൺഗ്രസ് തോക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ആന്റണി മാറുന്നു, കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നു. അങ്ങനെ ആന്റണി വീണ്ടും കേന്ദ്രത്തിലേക്ക് പോകുന്നു, ഉമ്മൻചാണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നടന്നൊരു കാലഘട്ടമാണ് 2001-2006 എന്ന് പറയുന്നത്. അപ്പോഴും വിഴിഞ്ഞം മുന്നോട്ട് പോകുന്നില്ല, ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന പ്രശ്നമുണ്ട്. 2006 VS സർക്കാർ വരുന്നു, വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു കരാറിൽ വീണ്ടും ഏർപ്പെടുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എന്താണ്? ചൈനീസ് കൊളാബറേഷനുള്ളൊരു കമ്പനിയാണ് വന്നത്. അത് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ഒരു പോർട്ട് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മേജർ പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രതിരോധ ഏരിയ കൂടിയാണ്, ഡിഫൻസിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളൊരു അയൽ രാജ്യം, ഒരു ശത്രു രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പനിക്ക് ആ പോർട്ട് നിർമ്മാണത്തിന് കരാർ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അത് ബ്ലോക്കായി പോകുന്നു. പക്ഷേ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും നമ്മൾ ഓർക്കാതെ പോകുന്നൊരു വ്യക്തിത്വമുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് കെ ബാബു എന്ന് പറയുന്നൊരു തുറമുഖ മന്ത്രി ഉണ്ടായിരുന്നു. കെ ബാബു ഇക്കാര്യത്തിൽ വളരെ കാര്യമായൊരു മുൻകൈ എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട്, എനിക്കറിയാം, അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായും പരിചയമുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള മുൻകൈകൾ ഒരർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ ആയി നിന്നുകൊണ്ട് ഈ വിഴിഞ്ഞത്തിൻ്റെ പേപ്പേഴ്സ് നീക്കുന്നതിനകത്തും അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടത്തുന്നതിനകത്തുമൊക്കെ ബാബു വഹിച്ചിട്ടുള്ളൊരു നിർണായകമായ പങ്കുണ്ട്. അപ്പോൾ ബാബുവിനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. 2011-2016 കാലഘട്ടം എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായ കാലഘട്ടമാണ്, ഒരു സംശയവും വേണ്ട. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു മേജർ പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, അതിൻ്റെ പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ടാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് നോക്കൂ, UPA സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്, ജയറാം രമേശാണ് പരിസ്ഥിതികാര്യ മന്ത്രി എന്ന് പറയുന്നത്. ഈ ജയറാം രമേശിൻ്റെ കടുംപിടുത്തം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു വിട്ടുവീഴ്ചയും പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. വേറൊരർത്ഥത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള പൊളിറ്റിക്കൽ ലീഡറാണ് കേട്ടോ ജയറാം രമേശ് എന്ന് പറയുന്നത്. അപ്പോൾ ജയറാം രമേശിനെ പോലൊരു മന്ത്രിയാണ് അവിടെ ഉണ്ടായിരുന്നിട്ട്, എന്നിട്ട് കൂടിയും ഇവിടെ UDF ഭരിക്കുന്ന സമയത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരടി മുന്നോട്ട് പോകാൻ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ സമ്മതിച്ചിട്ടില്ല. ഏതാണ്ട് 2-3 വർഷം എടുത്തിട്ടാണ് ഈ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. എത്ര പേജുണ്ടെന്ന് അറിയാമോ? 4000 പേജുണ്ട് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് 2013 ജയറാം രമേശിനെ ഈ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് ഈ മുഴുവൻ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് പാസ്സാകുന്നത്, അതിന് അംഗീകാരം ലഭിക്കുന്നത്. അത്രയും വലിയൊരു ഇഫേർട്ട് ആ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. 2013 ഈ വിഴിഞ്ഞം ഏരിയയിൽ വന്ന് ജയറാം രമേശ് ഇതിന് അംഗീകാരം നൽകി 24 മണിക്കൂറിനുള്ളിൽ ഉമ്മൻചാണ്ടി ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ടെൻഡർ വിളിച്ചു. 18ഓളം വിവിധ രാജ്യങ്ങളിലെ എംബസികളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് ബോംബെയിൽ ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വളരെ വളരെ ശക്തമായി ഉമ്മൻചാണ്ടി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട. എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിക്ക് 2 രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. എന്തൊക്കെയാണത്? ഒന്ന്, ഈ പറയുന്ന VM സുധീരനാണ് KPCC അധ്യക്ഷൻ. VM സുധീരൻ നേരെ തിരിഞ്ഞു
ഇത് അദാനിക്ക് അനുകൂലമായ കരാറാണെന്ന് ആദ്യം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ല, CPM അല്ല, മറിച്ച് ആരാ പറഞ്ഞത്? VM സുധീരാ പറഞ്ഞത്. VM സുധീറിന് അത്തരത്തിലൊരു നിലപാടെടുത്തപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ എന്താ പറഞ്ഞത്? VD സതീശൻ അന്ന് KPCC അധ്യക്ഷനായിട്ടുള്ള VM സുധീറിന് ഒരു കത്ത് കൊടുത്തു, രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കണം, എന്നിട്ട് ഇക്കാര്യം വിശദീകരിക്കണം, എങ്ങനെയാണ് ഈ കരാർ അദാനിക്ക് അനുകൂലമായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉമ്മൻചാണ്ടിക്ക് വലിയ ശക്തമായ പ്രതിഷേധമുണ്ടായി. അദാനിക്കുമായിട്ട് ഒപ്പിടാനായിട്ട് പോകുന്ന എപ്പോഴാണ്? KV തോമസ് ഇന്ന് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ, വളരെ വൃത്തിയായ ഒരു ലേഖനമാണ്. KV തോമസ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ കാര്യത്തിലൊരു ഇനിഷ്യേറ്റീവ് ഉമ്മൻചാണ്ടി എടുത്തിട്ടുള്ളതെന്ന്. ഉമ്മൻചാണ്ടി എടുത്ത ഇനിഷ്യേറ്റീവിന് കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, AICCയുടെ നേതൃത്വത്തിൽ നിന്ന് വലിയ ശക്തമായ എതിർപ്പുണ്ടായി. എന്താ കാര്യം? മോദിയുമായുള്ള അദാനിയുടെ ശക്തമായ ബന്ധം. അപ്പോഴത്തേക്കും മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതിനെതിരായിരുന്നു, അദാനിക്ക് ഈ വിഴിഞ്ഞം പോർട്ട് നൽകുന്നതിനെതിരായിരുന്നു. അപ്പോൾ KV തോമസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പറയുന്ന അദാനിയുമായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാം, പക്ഷേ AICC നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി കൺവിൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി നേരിട്ട് പോയി സോണിയാഗാന്ധിയുമായും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായും ചർച്ച ചെയ്യുകയും അവരെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഉമ്മൻചാണ്ടി തന്നെ വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി റിലേഷൻഷിപ്പ് മോശമാവുന്നുണ്ട്. AICC നേതൃത്വവുമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ റിലേഷൻഷിപ്പ് മോശമാവുന്നതിനകത്ത് ഒരു ഘടകം ഈ അദ്വാനിയെ അദാനിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് കൂടിയാണ്. ആ അർത്ഥത്തിലൊരു പൊളിറ്റിക്കലായ ക്രൈസിസ് കൂടി ഉമ്മൻചാണ്ടി ആ ഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് ശരിയുമാണ്. അപ്പോൾ 2011, 2016 വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്ര വേഗത്തിൽ വിസ്മരിക്കാൻ പറ്റുന്ന ഒരു അധ്യായമല്ല. ആ കാലഘട്ടത്തിൽ ശരിയാണ് ദേശാഭിമാനി കടൽ കൊള്ള എന്നൊരു കവർ സ്റ്റോറി തന്നെ അല്ലേ ഫ്രണ്ട് പേജിൽ അടിച്ചിട്ടുണ്ട്. 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഈ നടക്കുന്നത് എന്ന് ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, C&AGയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇത്തരം വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന കരാർ 40 വർഷത്തേക്ക് കുറിച്ചതിനെക്കുറിച്ച് C&AG ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണ് CPM അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളപ്പോഴും CPM ഈ പദ്ധതിക്കെതിരായിരുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CPM ഒരിക്കലും ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രവുമല്ല, ഈ പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2014 തന്നെ വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വരെ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നുണ്ട്. ആര്? CPM സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കണ്ണി ആരാണെന്നറിയാവോ? പിണറായി വിജയൻ. അവസാനത്തെ കണ്ണി ആരായിരുന്നറിയാവോ? പന്ന്യൻ രവീന്ദ്രൻ. അങ്ങനെ വലിയൊരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി. എന്ന് മാത്രവുമല്ല, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏതാണ്ട് 212 ദിവസം നീണ്ടു നിന്നിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ട് CPM ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല CPMൻ്റെ വിമർശനം, മറിച്ച് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറ് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആരും തന്നെ ഈ പദ്ധതിക്കെതിരായിരുന്നില്ല. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്നാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഭരണപരമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കോൺട്രിബ്യൂഷനെ ആർക്കും ഇക്കാര്യത്തിൽ കുറഞ്ഞു കാണാൻ കഴിയുകയില്ല. ഉമ്മൻചാണ്ടിയോടൊപ്പം K. ബാബുവിനെയും ഞാൻ ആ ലിസ്റ്റിൽ തന്നെ പെടുത്തുന്നു. അവരുടെ ഒരു ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ നോക്കൂ, വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, 1460 ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാമെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. 1460 ദിവസം വേണം ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഡിസ്കഷൻ ടേബിൾ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കണം എന്നാണ്. 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ അവർ സമ്മതിക്കുകയും അങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം അവിടെ ഒരു ബോർഡ് വെച്ചല്ലോ, കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചു. 999, 998 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചു. പിന്നീടാണ് ഈ പറയുന്ന സർക്കാർ പോവുകയും 2016 പിണറായി വിജയൻ സർക്കാർ വരികയും ചെയ്തത്. യഥാർത്ഥത്തിൽ 2019 മുമ്പ് ഈ പറയുന്ന എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ട് സാധ്യമാക്കാൻ കഴിയണമായിരുന്നു. ആസ് പെർ ദി എഗ്രിമെൻറ്റ് ഈ പറയുന്ന 3.25 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കണമായിരുന്നു. പക്ഷേ വിവിധ കാലാവസ്ഥാ പ്രശ്നങ്ങൾ വന്നതോടുകൂടി തന്നെ ഈ പറയുന്ന പരിപാടികൾ മുന്നോട്ട് പോകാതെയായി. നമ്മുടെ സാമ്പത്തിക ക്രൈസിസ് വന്നു. നമ്മളെത്രയാണ് കൊടുക്കേണ്ടത്? 3/2 നമ്മളാണ് കൊടുക്കുന്നതെന്നേ. 2/3 എന്ന് പറയുന്നത് നമ്മളാണ് കൊടുക്കുന്നത്. 5500 കോടി രൂപ കേരളം അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് അദാനി പോർട്ട് നിർമ്മിക്കപ്പെടുന്നത്. അപ്പം ആ അർത്ഥത്തിൽ ആ സാമ്പത്തിക പ്രശ്നമുണ്ടായി. പിന്നെ ഓഖിയാണ് ആദ്യത്തെ തിരിച്ചടി ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിന്. അതിൻ്റെ കൺസ്ട്രക്ഷൻ പോലും പൊളിഞ്ഞുപോയി എന്നുള്ളതാണ്. ഓഖി വരുന്നു, പിന്നെ 2 പ്രളയങ്ങൾ വരുന്നു, അതിനുശേഷം കോവിഡും വരുന്നു. ഈ സാഹചര്യം വന്നതോടുകൂടി നമുക്ക് ഈ കൺസ്ട്രക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അടിസ്ഥാനപരമായി 2015 സെപ്റ്റംബർ 17 അദാനിയുമായി ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കഴിഞ്ഞ കരാറ് സ്വാഭാവികമായും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ആ മുന്നോട്ട് പോകുന്നതിനകത്ത് ഈ പറയുന്ന പണം എത്തിക്കുക എന്നുള്ള വലിയൊരു പണി പിണറായി ഗവൺമെൻറ്റും ചെയ്തിട്ടുണ്ട്. ഒരു പൈസ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുമില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ 2 അഭിപ്രായങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് PMOയിലേക്ക് അയച്ചു, അപ്പോൾ PMO അവിടുന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വെട്ടി എന്നുള്ളതാണ്. അതിനു മുമ്പ് VN വാസവൻ പറഞ്ഞത് 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയാണ്, അതിൻ്റെ ആ വാർഷികാഘോഷവുമായിട്ട് പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നാണ്. 2 അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ല. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിനെ ഞാൻ അവസാനമായിട്ട് എടുക്കുന്നു. PMO ഇതിനകത്ത് റെസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കറിയുന്നിടത്തോളം എൻ്റെ അറിവിൽ ഞാൻ പറയാമല്ലോ, നിങ്ങൾ
ഞങ്ങൾ വീണ്ടും പ്രസ് ചെയ്താൽ PMO അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു സെക്യൂരിറ്റി ത്രെട്ടാണോ? PMൻ്റെ കൂട്ടത്തിലിരിക്കാൻ കഴിയാത്ത ഒരാളാണോ ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ്? ഒരിക്കലുമല്ല. അപ്പം ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി പ്രസ് ചെയ്തിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നടന്നില്ലെന്ന് മാത്രമല്ല, PMO അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ലിസ്റ്റിൽ ഇവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? സതീശൻ അതിനകത്ത് രാഷ്ട്രീയം മണക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, സതീശൻ ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എങ്ങനെയാണ്? CPM-ഉം BJP-യും കൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ അവർ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അന്തർധാര എന്ന് പറയുന്നത്. ഇപ്പോൾ നാളെ അങ്ങനെ ഷോക്കേസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും BJP-യുടെ ആണെങ്കിൽ കൂടിയും കേന്ദ്രമന്ത്രിമാരാണ്. കേന്ദ്രമന്ത്രിമാർ മുൻനിരയിലുണ്ടാകും, പ്രധാനമന്ത്രി ഉണ്ടാകും, അതിൻ്റെ കൂട്ടത്തിലും പിണറായി വിജയൻ ഉണ്ടാകും, തുറമുഖ മന്ത്രി ഉണ്ടാകും, പിന്നെ ഉണ്ടാകും രാജീവ് ചന്ദ്രശേഖറാണ്. ഈ രീതിയിലൊരു ഷോക്കേസിങ് നടക്കുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിപക്ഷം വലിയ രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പൊളിറ്റിക്സ് ആയിട്ട് സ്മെല്ല് ചെയ്യുന്നൊരു കാര്യം. പക്ഷേ അതിനകത്തൊരു അനൗചിത്യമുണ്ട് പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരിക്കുന്നതിനകത്ത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഇതിനകത്ത് ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഈ പ്ലേയിലില്ലായിരുന്ന BJP ശ്രമിക്കുമല്ലോ, ശ്രമിച്ചു കഴിഞ്ഞല്ലോ. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പരസ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? നന്ദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖരനെയും പടം വെച്ചിട്ടാണ് ഈ പറയുന്ന വലിയ പരസ്യം BJP കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഞങ്ങളുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാ ഇവിടെ ഇപ്പോൾ ഈ പദ്ധതി വന്നിരിക്കുന്നു, നടപ്പാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് BJP പറയാൻ പോകുന്നത്. അതിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ഒരു യാഥാർത്ഥ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് 71 പദ്ധതികൾക്കാണ് VGF നൽകിയിട്ടുള്ളത് കേട്ടോ. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയിട്ടുള്ളത് 71 പദ്ധതികൾക്കാണ്. 71 പദ്ധതികൾക്കാണ് ഇതുവരെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ VGF നൽകിയിട്ടുള്ളത്. ആകെ 71 പദ്ധതികൾക്കാണ്. അതിൽ 70 പദ്ധതികൾക്കുണ്ടല്ലോ ഗ്രാൻഡായിട്ടാണ് നൽകിയിട്ടുള്ളത്. 70 പദ്ധതികൾക്കും ഗ്രാൻഡായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു പദ്ധതിക്ക് മാത്രമേ ഈ പറയുന്ന തിരിച്ച് പൈസ വാങ്ങിക്കുന്നുള്ളൂ. അത് കേരളത്തിൻ്റെ ഈ വിഴിഞ്ഞം പദ്ധതിക്കാണ് 818 കോടി 2015 ഉണ്ടാക്കിയ ധാരണ അപ്രകാരമാണ് എന്നാണ് പറയുന്നത്. അതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. കാപ്പെക്സ് ഫണ്ട് തന്നു, VGF തന്നു, രണ്ടും കടമായിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു പൈസ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കേരളത്തിൻ്റെ പദ്ധതിയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രം ഒരു ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കേരളത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിനകത്ത് കാര്യം എനിക്ക് മനസ്സിലാവും. കാരണം കേരളത്തിൻ്റെ ഭരണ തുടർച്ചയിൽ, ഭരണ നിർവഹണത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറാമെങ്കിൽ പോലും ഒരു പദ്ധതി എന്ന് പറയുന്നത് നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഈ രണ്ട് വിഭാഗങ്ങളാണ് മാറി ഭരിച്ചിട്ടുള്ളത്, UDF-ഉം LDF-ഉമാണ്. അക്കാര്യത്തിൽ 2011 മുതൽ 16 വരെയുള്ള പീരീഡ് നിർണായകവുമായിരുന്നു. അക്കാര്യത്തിൽ ഞാൻ ഉമ്മൻചാണ്ടിക്ക് ഒരു കൂടുതലായ ക്രെഡിറ്റ് നൽകുന്നുമുണ്ട്. എന്നാൽ ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ശക്തമായ പദ്ധതി തന്നെയാണ്. അതിന് മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ്. അതിനകത്ത് കേന്ദ്രത്തിന് എന്തെങ്കിലും ക്രെഡിറ്റ് ഇല്ല എന്നൊരു നിലപാട് കൂടി ഈ കാര്യത്തിനകത്ത് എനിക്കുണ്ട്. അത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാൻ BJP ഇവിടെ ശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ അവർ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഭരണപക്ഷത്ത് ഒരു വീഴ്ച രാഷ്ട്രീയമായി ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോക്കേസിംഗ് ആയിരുന്നു നാളെ വേണ്ടിയിരുന്നത്. അപ്പോൾ മാത്രമാണ് അത് പൂർണ്ണതയിലെത്തുമായിരുന്നുള്ളത്. നാളെ മുതൽ പ്രതിപക്ഷം ഉപയോഗിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മറ്റൊരു വിധത്തിലുള്ള അന്തർധാരാവാദം വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യം CPM ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതി മനോഹരമായ പദ്ധതിയാണ്. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അതിൻ്റെ ക്രെഡിറ്റ് മാറി ഭരിച്ച ഭരണകൂടങ്ങൾക്കാണ്, ഈ ജനതയ്ക്ക് ഒന്നടങ്കമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ, വെൽക്കം ബാക്ക്. വിഴിഞ്ഞത്ത് ക്രെഡിറ്റിൽ തർക്കം വേണോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ. ഞാൻ വിചാരിക്കുന്നത് ഈ 2015 ഇതിന് തറക്കല്ലിടുന്ന സമയത്ത് ഇടതുപക്ഷമാണ് വിട്ടുനിന്നത്. ഇപ്രാവശ്യം എന്ത് സംഭവിക്കുന്നു, അന്നത്തെ ഭരണപക്ഷമായ കോൺഗ്രസ് ഇപ്രാവശ്യം, UDF ഇപ്രാവശ്യം ഇതിൽ ഈ പറയുന്ന ഉദ്ഘാടന വേളയിൽ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അന്നത്തെ പ്രതിപക്ഷമായ CPM പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, കെ ബാബു ബാർക്കോഴ കേസിൽ അഴിമതി ആരോപണം നേരിടുന്ന ആളാണ്. അതുകൊണ്ട് ആണ് അദ്ദേഹം അധ്യക്ഷനായ, കെ ബാബു അധ്യക്ഷനായി നിൽക്കുന്ന ഒരു പരിപാടിയിൽ CPM പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് അന്നെടുത്തത്. കാരണം അന്ന് ഈ പറയുന്ന അന്നത്തെ പ്രൊജക്റ്റിനോടെതിരായിട്ടല്ല ശരിക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. അന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കെ ബാബു അധ്യക്ഷനായി പരിപാടി പങ്കെടുക്കും. അപ്പോൾ അതിൽ ആ പ്രസംഗത്തിൽ ആ പരിപാടിയിൽ കെ ബാബു എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് കോടിയേരി ബാലകൃഷ്ണനെ കണ്ട് അദാനി AK സെൻറ്ററിൽ പോയി അദാനി അദ്ദേഹത്തിൻ്റെ അനുവാദം മേടിക്കുന്നുണ്ട് ഈ പറയുന്ന സമയത്ത്. അതിപ്പം ആ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലയ്ക്കാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സമയത്ത് കെ ബാബു ആ യോഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, 4.5 വർഷം ഞാൻ ഈ പ്രൊജക്റ്റുമായി കുറേ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ പദവിയെങ്കിലും ഞാൻ എടുത്തോട്ടെ മിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് ആ യോഗത്തിൽ അന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു കൊടുക്കൽ എന്താ പറയുക, ഒരു ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഇതിൽ ഒരു CPM-ൻ്റെ മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മാത്രം ക്രെഡിറ്റായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. UDF-ൻ്റെയും LDF-ൻ്റെയും കൂടെ ക്രെഡിറ്റായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടായി പറയേണ്ട ഒരു ആളുടെ കാര്യം എന്ന് പറയുന്നത് MV രാഘവനാണ്.
91 അദ്ദേഹം ഈ കാര്യത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തതും ഈ പറയുന്ന സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു വിഴിഞ്ഞം പോർട്ട് ഉണ്ടെന്നും ആ പോർട്ടുണ്ടെന്ന് നേരത്തെ രാജാക്കന്മാരെ കാലത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് മുന്നോട്ട് കൊണ്ടത് എം വി രാഘവനാണ്. അദ്ദേഹം 91-ലും 2001-ലും തുറമുഖ മന്ത്രിയായിരുന്ന സമയത്ത് ഈ പറഞ്ഞ 2 പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. 2001 ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നമ്മുടെ ഡിഫൻസിൻ്റെ പെർമിഷൻ കിട്ടുന്നില്ല, പക്ഷേ മിലിറ്ററി ക്ലിയറൻസ് കിട്ടുന്നില്ല. ആ മിലിറ്ററി ക്ലിയറൻസ് കിട്ടാത്ത സമയത്ത് 2001 അന്ന് എ കെ ആൻ്റണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി. ഇപ്പം പ്രതിരോധ വകുപ്പ് മന്ത്രി എ കെ ആൻ്റണി ഈ പറയുന്ന ഡിഫൻസ് ക്ലിയറൻസ് കൊടുക്കുന്നില്ല. ചൈനീസ് ബന്ധം അന്ന് ഈ പറയുന്ന സൂം കമ്പനിയിൽ ചൈനീസ് പൗരനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം വലിയ രീതിയിൽ എല്ലാ പാർട്ടികളും ഇതിന് അകമഴിഞ്ഞ് വേണ്ടി ഈ പറയുന്ന ഒരു പ്രൊജക്റ്റ് വരണം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ആകെ 2 മദർ പോർട്ടുകളേ ഉള്ളൂ, ഒന്ന് ഗുജറാത്തും ഒന്ന് മുംബൈയിലും. 2 പ്രൊജക്റ്റുകൾ 70ഓളം മിനി പോർട്ടുകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ കൂടെ സൗത്ത് ഇന്ത്യയിൽ ഒരു പോർട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഒറ്റ പോർട്ട് പോലും ഇല്ല. ഈ മദർ പോർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? 18 ഫീറ്റെങ്കിലും ആഴം വേണം ഈ പറയുന്ന പോർട്ടിനോട് ചേർന്നിട്ട്. ഈ 17 ഫീറ്റിൻ്റെ ആഴത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് എത്ര വലിയ ഷിപ്പുകളെ വേണമെങ്കിലും കൊണ്ട് അടുപ്പിക്കാം എന്നുള്ളതാണ്. അടുപ്പിക്കുകയും ആ ഷിപ്പുകളെ അതിൽ നിന്നും ഷിപ്പ് ഈ കണ്ടെയ്നറുകളെ എടുത്ത് മാറ്റാനും പറ്റുന്നുള്ളതാണ്. ഫസ്റ്റ് ഘട്ടത്തിൽ 10 ലക്ഷമാണ്. 10 ലക്ഷം കണ്ടെയ്നറുകളാണ് ഫസ്റ്റ് ഘട്ടത്തിൽ ഇവിടുന്ന് മാറ്റാൻ കഴിയുക എന്നുള്ളത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികസന കുതിപ്പായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളതാണ്, വലിയ രീതിയിലുള്ളത്. അതല്ല ഫീഡിംഗ് ഷിപ്പുകൾ വരുന്നു എന്നുള്ളതാണ്. ഫീഡിംഗ് ഷിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സലാലയിലും ഈ ശ്രീലങ്കയിലും ഉള്ള എയർപോർട്ടുകളിലുള്ളതും ദുബായ് പോർട്ടിലുള്ളതും എല്ലാം ഫീഡിംഗ് ഷിപ്പുകളാണ്. അവിടെ പ്രധാനപ്പെട്ട കപ്പലുകൾ വരികയും അവിടുന്ന് ഫീഡ് ചെയ്ത് ഇന്ത്യയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും പോവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബെനിഫിറ്റ് എന്താ? ഇപ്പോഴത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മദർഷിപ്പ് ഇവിടെ വരും എന്നുള്ളതാണ്. മദർഷിപ്പ് വരുന്നതോട് കൂടിയിട്ട് വലിയ മാറ്റം കേരളത്തെ സംബന്ധിക്കും. ഞാൻ ഈ റോഡുകളുടെ വികസനം പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതുപോലെ ഈ നമ്മുടെ നാഷണൽ ഹൈവേ വികസിക്കാനുള്ള ഒരു കാരണം കൂടെ ഞാൻ കാണുന്നത് ഈ പറയുന്ന പോർട്ട് വന്നതാണെന്നുള്ളത്. കാരണം അങ്ങനെ ഒരു പോർട്ട് വന്നില്ല ഇവിടെ വലിയ ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. കാരണം ഇത്രയും അധികം കണ്ടെയ്നറുകൾ ഓടേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കേരളത്തിന് വരാൻ പ്രധാനപ്പെട്ട കാരണമായി വന്നത് ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ടായി എന്നുള്ളതാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു നാഷണൽ ഹൈവേ വരാനും, അതുപോലെ തന്നെ പാലക്കാട് തുടങ്ങി തിരുവനന്തപുരം വരെ വേറെ നാഷണൽ ഹൈവേ വരാനും, അതുപോലെ തന്നെ നമ്മുടെ അങ്കമാലി തുടങ്ങി തിരുവനന്തപുരം വരെ MC റോഡ് വഴി വേറെ ഒരു നാഷണൽ ഹൈവേ വരാനും ഒക്കെ കാരണമായതും എല്ലാം ഈ വിഴിഞ്ഞം പ്രൊജക്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വലിയ ഇപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സ്റ്റേറ്റ് കേരളമാണ്. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഹോട്ടലുകളുടെ വ്യത്യാസം വരുന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ പൊതുവെ BOT സംവിധാനങ്ങൾക്കെതിരായിരുന്നു. പക്ഷേ ഈ കാര്യത്തിനകത്ത് വലിയ രീതിയിലുള്ളൊരു മാതൃക പിണറായി വിജയൻ സർക്കാർ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ആ തുടക്കത്തിൽ അതിനെതിരെ ഭയങ്കരമായ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതിനുശേഷം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ്. പിണറായി വിജയൻ്റെ ഫസ്റ്റ് ഗവൺമെൻറ് വിജിലൻസ് അന്വേഷണം വരെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിലടക്കം കാര്യങ്ങളൊന്നും നിൽക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു. അതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, കേന്ദ്രത്തിൻ്റെ കാര്യം. ഈ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി അപ്രൂവലുകൾ ആവശ്യമുള്ളതാണ്. ഒരു സ്റ്റേറ്റിനെ ബുദ്ധിമുട്ടിക്കാം എന്ന് കേന്ദ്രം വിചാരിച്ചാൽ സുഖമായിട്ട് ഈ പറയുന്ന ഒരു പോർട്ടിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അത്രയധികം അപ്രൂവലുകൾ വേണം. അപ്പം കേന്ദ്രം ഇതിനകത്ത് അകമഴിഞ്ഞ് സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ട് വരുന്നത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇനി അങ്ങോട്ട് അതായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള അനുകൂല നിലപാട്. ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലോണായിട്ടായിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും സഹകരണത്തിൻ്റെ ഭാഗത്ത് കേന്ദ്രം നല്ല രീതിയിൽ സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഈ അദാനിയും BJPയും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഈ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിനെ പോയി ഉമ്മൻചാണ്ടി കൺവിൻസ് ചെയ്തുകൊണ്ടാണ് നടന്നുപോയത്. അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായേനെ. KPCC പ്രസിഡന്റും VS സുധീരനും VD സതീശനും അടക്കമുള്ളവരെ വലിയ എതിർപ്പായിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്ന് കാണിച്ച ഒരു വലിയ ഇനിഷ്യേറ്റീവ് ഉണ്ട്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നടക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തറക്കല്ലിടാനുള്ള കാരണം എന്ന് പറയുന്നത് വലിയ രീതിയിൽ അതിനെ ഒരു മാമാങ്കമാക്കി മാറ്റി അന്നത്തെ കാലത്ത് തന്നെ. കാരണം 2013
2016 ഇലക്ഷനോടനുബന്ധിച്ചിട്ടാണ് 4 മാസം മുൻപാണ് തറക്കല്ലിടുന്നത്. കാരണം ആ സമയത്ത് തറക്കല്ലാണ് കല്ലല്ലേ, മറ്റേ കണ്ണൂർ എയർപോർട്ട്, ഇവിടെ മെട്രോ, ഇപ്പം അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട്, അങ്ങനെ വലിയ രീതിയിലാണ്. പക്ഷേ അതിനൊരു വലിയ ഇനീഷ്യേറ്റീവ് അദ്ദേഹം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം തുടങ്ങി വെച്ചത് കൊണ്ടായിരിക്കും ചിലപ്പം ഈ അദാനി പോലൊരു കമ്പനീനെ കൊണ്ടുവന്നില്ലെങ്കിൽ. ഇപ്പം വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അദാനീനെ ഈ പറയുന്ന ഈ പോർട്ട് നടത്തിപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രോജക്റ്റ് വഴിക്ക് നിന്നുപോയേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ പറയുക, അദാനിയെ പോലെ ഇത്രയും സാമ്പത്തികമായി ശക്തിയുള്ള ഒരു കമ്പനി വന്നെടുത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ കോവിഡിനെയും ഈ ഓക്കിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്ലഡിനെയും പ്രളയത്തെയും എല്ലാം പിടിച്ചു നിർത്താൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 കോടി രൂപേൻ്റെ നഷ്ടമോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോർട്ട് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് മറ്റുള്ള കമ്പനികളെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ ഷിപ്പിംഗ് കമ്പനികളുമായി ബന്ധപ്പെടാൻ പ്രാപ്തിയുള്ള കമ്പനികളാണ്. അപ്പം ഈ ഒരു മദർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മദർ ഷിപ്പുകൾ ഇവിടെ വരണം. മദർ ഷിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? മദർ ഷിപ്പുകൾ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് വളരെ അടുത്താണല്ലോ. നമ്മുടെ വിഴിഞ്ഞം 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ആകെയുള്ളൂ. അപ്പോൾ അത്ര അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് മദർ ഷിപ്പുകൾ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കണം. ഒരു സ്റ്റേറ്റ് വിചാരിച്ചാൽ അത്ര എളുപ്പത്തിൽ നടന്നോണമെന്നില്ല. അദാനിക്ക് എന്ത് ചെയ്തു? അദാനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പം അദാനിക്ക് ഈ പ്രൊജക്റ്റിനെ കൊണ്ട് ലാഭം ശരിക്കും അദാനിക്കായിരിക്കാം. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും മറ്റുള്ള സംവിധാനങ്ങൾ കൊണ്ടും, ഞാൻ പറയുന്നത് ഇത്രയധികം ഈ ഫീഡിങ് ഷിപ്പുകൾ എടുക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു 30% 10 തുടങ്ങി 30% വരെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് റോഡിൽ കൂടി ആയിരിക്കും, ലോറിയിൽ കൂടി ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രെയിനിൽ കൂടി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിന്റെ വികസനം വലിയ രീതിയിലാണ്. അതുപോലെ തന്നെ കണ്ടെയ്നർ ഇത് വെക്കാനുള്ള വെയർ ഹൗസുകളുടെ വികസനം, അതുപോലെ ഹോട്ടലുകളുടെ വികസനം, ടൂറിസത്തിൻ്റെ വികസനം, ഇങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തിരുവനന്തപുരത്തിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഒരു 2-3 വർഷം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം തിരുവനന്തപുരം മാറും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ വരാനുള്ള കാരണം ഈ വിഴിഞ്ഞം തന്നെയാണ്. അതുപോലെ തന്നെ പുതിയ റോഡുകൾ, ഈ 1,00,000 കോടി 60,000, ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അങ്ങനെ നരേന്ദ്രമോദി 60,000 കോടി 1,00,000 കോടിയൊക്കെ കേരളത്തിന് കഴിയഴിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതിനൊരു കാരണമുണ്ടാവും. ആ കാരണത്തിൻ്റെ ഒരു ഭാഗം ഈ പറയുന്ന അദാനി ഈ വിഴിഞ്ഞം പോർട്ട് എടുത്തതോടുകൂടിയാണ് എന്നും കൂടെ വിശ്വസിക്കുന്നു. അപ്പം ക്രെഡിറ്റിൽ തർക്കം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സുജയയിലേക്ക് കൂടി വരാം. സുജയ, ക്രെഡിറ്റിൽ തർക്കം വേണോ എന്നുള്ളതാണ് ചോദ്യം. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു, വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു ഇത് നാടിൻ്റെ ഒരു പദ്ധതി എന്ന നിലയിൽ കാണാം എന്ന് പറയുന്നു. ഇന്ന് രാവിലെ MD നമ്മളോട് സംസാരിച്ചപ്പോഴും പറയുന്നത് നാട്ടിലെ ഓരോരുത്തർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് എന്നാണ്. ക്രെഡിറ്റിൽ തർക്കം വേണം. ക്രെഡിറ്റിൽ തർക്കം അങ്ങനെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയിൽ നിൽക്കില്ല. അതിനു മുൻപ് തന്നെ രാജഭരണകാലത്തെ ഈ തുറമുഖം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് അവിടെ മുതലേ കൊടുത്തു. അതെ, അത്രയും പിന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാക്ക്ലോഗ് എടുത്തെടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം ഇത് ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ പലരിലേക്ക് പോകുന്ന ഒരു തർക്കം മാത്രമായി, അതും ഒരു അധര വ്യായാമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ തർക്കം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു പ്രോജക്റ്റ് വന്നു, ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന ആളായിരിക്കണമെന്നില്ല അത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ പ്രോപ്പറായി അക്നോളജ് ചെയ്ത് ഓരോരുത്തരുടെയും അതിലെ പങ്കാളിത്തം എന്താണെന്ന് പറഞ്ഞ് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഏതൊരു പദ്ധതിക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തോ അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തോ തുടക്കമിടുന്ന ഒരു കാര്യം അടുത്ത LDF സർക്കാരാണെങ്കിൽ ആ അടുത്ത LDF സർക്കാർ, അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് പൂർത്തിയാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ UDFൻ്റെ സർക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൂർത്തിയാക്കാം. അതുമല്ല ഇനിയിപ്പോൾ BJPയുടെ സർക്കാരാണ് വരുന്നതെങ്കിൽ അവർക്കും പൂർത്തിയാക്കാം. പദ്ധതി കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുക എന്നതാണ് പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുതെ തർക്കിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ അതൊരു പ്രൈം ടൈമിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറം ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്, ആർക്കാണ് ക്രെഡിറ്റ് എന്നുള്ളത് കിട്ടിയിട്ട് എന്താണ് പ്രയോജനം എന്നതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്തായാലും ഉണ്ണിസാർ നേരത്തെ വിശദമായി തന്നെ ആ കാലഘട്ടത്തിൽ എന്താണ് നടന്നത് ഈ പദ്ധതിയുടെ പ്രോജക്റ്റിലേക്ക്, രാജഭരണകാലം നമുക്ക് വിടാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2011 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, UDF സർക്കാർ വന്ന സമയത്ത് തന്നെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ജയറാം രമേശിനെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്രദേശത്തേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയൊരു സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് അത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ്. അതിന് മുൻപുള്ള സർക്കാരുകൾക്ക് ആ രീതിയിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾ നടത്തിയതായി ഒരു പക്ഷേ ചർച്ചകളെക്കുറിച്ചോ അല്ലെങ്കിൽ കൂടിയാലോചനകളെക്കുറിച്ചോ ഒക്കെ അവർക്ക് മെൻഷൻ ചെയ്യാമെങ്കിൽ പോലും നമ്മൾ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള, ഇപ്പോൾ തറക്കല്ലിട്ടത് മാത്രമല്ല ഈ മുന്നിൽ നടന്നിട്ടുള്ള ഈ പാരിസ്ഥിതിക ആഘാത പഠനത്തിന് മുന്നോടിയായി പരിസ്ഥിതി മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്നത് അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇനി 2013 പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള ആ റിപ്പോർട്ടിന് അംഗീകാരം കിട്ടുന്നത്. എന്നിട്ട് അതേ വർഷം തന്നെ മെയ് മാസത്തിൽ DPR പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്.
അതിനുശേഷം പദ്ധതിയിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണതോതിൽ ആ പദ്ധതിയിലേക്ക് കടക്കുന്നത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നീട് അങ്ങോട്ടുള്ള പേപ്പർ വർക്കുകൾക്കെല്ലാം വളരെ സ്പീഡായി തന്നെ അംഗീകാരം കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതായത് UPA സർക്കാർ ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത്ര ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടില്ല ഈ പദ്ധതിക്ക് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഒരു കാര്യത്തിലും അങ്ങനെ ഒരു മുടക്കം, അതായത് ഞാൻ പറഞ്ഞത് ഈ ഇതിൻ്റെ അപ്രൂവൽസുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്രൂവൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകാത്ത രീതിയിലാണ് അടുത്ത വർഷങ്ങൾ 2014-15 മുന്നോട്ട് പോയതെന്ന് നമുക്ക് ഇവിടെ നിന്നുള്ള പേപ്പറുകൾ നീങ്ങിയതിൻ്റെ ഒരു സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് സമയം വേണമെങ്കിൽ വെച്ച് താമസിപ്പിക്കാം. കാരണം കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പാർട്ടികളാണ്. അപ്പോൾ UDF സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു പദ്ധതിക്ക് അനുമതി വൈകിപ്പിക്കാം, ഈ പദ്ധതിയെ നടക്കാത്ത രീതിയിലാക്കി തീർക്കാം. പക്ഷേ അങ്ങനെയല്ല, ഈ പദ്ധതിക്ക് കൃത്യമായ അനുമതികൾ കൊടുക്കുകയാണ് ചെയ്തത്. 2014 ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള 90% ലാൻഡും ഭൂമിയും അക്വയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആ സമയത്ത് തന്നെയാണ് പല കോടതികളിലായി കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ നിയമ പോരാട്ടങ്ങളെല്ലാം നയിച്ചത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ്. നിയമ പോരാട്ടങ്ങൾ നടത്തി, ഇവിടെ ഈ രാഷ്ട്രീയമായുള്ള പോരാട്ടം മാത്രമല്ല നിയമ പോരാട്ടവും നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിനുശേഷമാണ് 2015 സെപ്റ്റംബർ 17 ഈ കരാർ ഒപ്പിടുന്നത്. ഈ കരാർ അനുസരിച്ചുകൊണ്ട് 1460 ദിവസമായിരുന്നു ഡെഡ് ലൈൻ വെച്ചത്. ഈ 1460 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കണം. അന്ന് ആ പ്രോജക്ട് സൈറ്റിലടക്കം എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്ത 1000 ദിവസം എന്ന് പറയുന്ന ഒരു കംപ്ലീഷൻ പീരീഡ് അത് മുന്നിൽ വെച്ചുകൊണ്ട് അതേക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ കരാർ കമ്പനിയോട് ഈ 1460 എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ചോദിച്ചത്, നിങ്ങൾക്ക് 1000 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ? അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് 1000 ദിവസം കൊണ്ട് ഈ വിഴിഞ്ഞം പൂർത്തിയാകുമെന്നാണ്. അതിനുശേഷമാണ് ഈ പിന്നീടുണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളടക്കം നമ്മുടെ സമയപരിധി, അതുപോലെ തന്നെ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്, കല്ല് കിട്ടാതെ വരുന്നത്, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ്. ആ പ്രതിസന്ധികളിലൂടെ ഈ പദ്ധതി കടന്നു പോകുമ്പോഴാണ് UDF സർക്കാർ മാറുന്നതും LDF സർക്കാർ വരുന്നതും നമ്മൾ കാണുന്നത്. അപ്പോൾ LDF സർക്കാർ വന്നതിന് ശേഷം 2016 ശേഷം ഈ ദുരന്തങ്ങളെല്ലാം അതിജീവിച്ചതാരാണ്? ഈ ഓഖി ആയാലും അതിനുശേഷമുള്ള പ്രളയമായാലും അതെല്ലാം ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ്. ഈ പദ്ധതിയെ അതിൻ്റെ ഏറ്റവും നിന്നു പോകാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ തുടക്കമിട്ട ഉമ്മൻചാണ്ടി സർക്കാരിന് മാത്രമായി നമുക്ക് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ഈസിയാണ്. നോ ആണ് അതിൻ്റെ ഉത്തരം. കാരണം പിണറായി വിജയൻ സർക്കാർ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കല്ല് കിട്ടാതെ വരുന്നു, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഈ പദ്ധതി പോയിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ്. അപ്പോൾ ഈ കൗണ്ട് ഡൗൺ വെച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിലും ആ കൗണ്ട് ഡൗണിലെ ഭൂരിഭാഗം ദിവസങ്ങളും, ഈ 1000 എന്ന് പറയുന്ന ആ കൗണ്ട് ഡൗണിലെ ഭൂരിഭാഗം ദിവസങ്ങളും ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കൂടിയാണ് കടന്നുപോയത്. അതിനിടയിലാണ് പ്രതിസന്ധികൾ ഉണ്ടായത് എന്നതുകൂടി ഇപ്പുറത്തിരുന്നു കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഈ തുറമുഖത്തിനിടണം എന്നൊക്കെ പറയുന്ന UDF മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പദ്ധതിയെ നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ആ നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LDF സർക്കാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാഭാവികമായി പൂർത്തിയായതാണ് ഈ പദ്ധതി എന്നതൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നതായി ഞാൻ കേട്ടത്. അത്ര സ്വാഭാവികമായിട്ടാണ് ഈ പദ്ധതി പൂർത്തിയായതെന്ന് കേരളത്തിലുള്ള അത്യാവശ്യം ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആരും പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് വളരെ സ്വാഭാവികമായി പൂർത്തിയായ ഒരു പദ്ധതിയാണ് എന്ന്. കാരണം സമയമെടുത്തു, തടസ്സങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, അതിനെയൊക്കെ അതിജീവിച്ചാണ് ആ പദ്ധതി പൂർത്തിയായിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ പുനരധിവാസം അടക്കമുള്ള പല കാര്യങ്ങളും ഇനിയും പൂർത്തിയാക്കാനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ പൂർത്തിയാക്കാനായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അതെല്ലാം ബാക്കിയാണ്. അത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തു തീർക്കണം. അതോടൊപ്പം അടുത്ത സർക്കാരിനായിരിക്കാം ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ടോട്ടൽ കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റുക. ഒന്നാം ഘട്ടത്തിന് കമ്മീഷനിങ് പൂർത്തിയാകുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക 2026 അധികാരം ഏറ്റെടുക്കുന്ന സർക്കാരായിരിക്കും. ഇപ്പോൾ UDFന് നല്ല രീതിയിൽ വോട്ടൊക്കെ പിടിച്ചാൽ അവർക്ക് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാം. ഈ പദ്ധതി പൂർത്തിയാക്കുന്ന അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയത് ഞങ്ങളാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാം. പക്ഷേ 2026 അധികാരത്തിൽ വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിലിപ്പോൾ കേരളത്തിൻ്റെ പദ്ധതിയാണ് വിഴിഞ്ഞം എന്നുള്ള ഒരു പൊതുവൽക്കരണത്തിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും നല്ലത് എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്. കാരണം കേരളത്തിൻ്റെ പദ്ധതിയാണ്. മാത്രമല്ല പ്രധാനമന്ത്രി വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നാളെ കഴിയുന്നതോടെ രാജ്യത്തിൻ്റെ, അതായത് ഇന്ത്യയുടെ പോർട്ടാണ് വിഴിഞ്ഞം എന്ന രീതിയിലാണ് അതിനെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ വ്യാപാരം, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അതിനൊക്കെ ആഗോളതലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരിടത്തെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ, ഇതൊക്കെ സില്ലി ഇഷ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്ന മത്സരങ്ങളൊക്കെ ലോകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. കാരണം വഴിനീള പരസ്യമാണ്, പത്രങ്ങളിൽ പരസ്യമാണ്,
ഓരോരുത്തരും ആൾക്ക് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ലോകം നമ്മളെ കാണുന്നത് എങ്ങനെയാണ്, ഇവന്മാർ എന്ത് കോമാളികളാണ് എന്ന രീതിയിൽ നമ്മളെ വിലയിരുത്തും ലോകം എന്നുള്ളത് കൂടി ഈ രാഷ്ട്രീയക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, കല്ലിട്ടാൽ എല്ലാം ആകില്ല, കപ്പൽ ഓടിക്കാൻ ഞങ്ങളാണ് അതിനെ പ്രാപ്തമാക്കിയത്, ബോട്ട് തള്ളിക്കൊണ്ട് വരികയല്ല, കപ്പൽ ഓടി വരുന്ന രീതിയിലാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കല്ലിട്ടവർക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. കല്ലിട്ട ഈ പദ്ധതിക്ക് വേണ്ടി ഓടി നടന്ന ഉമ്മൻചാണ്ടിക്ക് ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പിന്തുണച്ചിട്ടില്ല എന്ന ഉണ്ണിസാറിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ ഈ അനുമതികളെല്ലാം ലഭിച്ച് ഈ പദ്ധതി ഈ ഘട്ടം വരെ എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള എല്ലാവരുടെയും എഫേർട്ടുള്ള പദ്ധതിയാണ് അത്. അതിൻ്റെ അടുത്ത ഘട്ടവും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നടക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി എനിക്ക് ഈ വിഷയത്തിലുണ്ട്. എനിക്ക് സൂചിച്ചിട്ടുള്ള ചോദ്യം, ഈ VGF ആയിട്ട് കേരളം ആവശ്യപ്പെട്ട ഈ 817 കോടി 80 ലക്ഷം രൂപ നമുക്ക് ഗ്രാൻഡായിട്ട് തരാത്തത് എന്താ കാര്യം? ഐ ഡോണ്ട് നോ. ലോണായിട്ടാണ് തന്നിരിക്കുന്നത്. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്, 71 VGF-കളിൽ 70 എണ്ണവും ഗ്രാൻഡായിട്ട് കൊടുക്കാം. ഞാൻ അതുകൊണ്ടാണ് ആമുഖമായി പറഞ്ഞത് ധനസഹായത്തെ പറ്റിയല്ല, അനുമതികളുടെ കാര്യത്തിൽ രമേശ് വെച്ച് താമസിപ്പിച്ചതുപോലെ ഫയലുകൾ വെച്ച് തൂത്തുക്കുടി പ്രോജക്റ്റില്ലേ, തൂത്തുക്കുടിയിലെ തുറമുഖത്തിന് VGF ആയിട്ടാണ് പണം കൊടുത്തത്. അതെങ്ങനെയാണ് കൊടുത്തത്? ഗ്രാൻഡായിട്ടാണ് കൊടുത്തത്. നമ്മുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താ ലോൺ? നമ്മളൊരു ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് ഒരു മാനേജറുടെ കയ്യിൽ നിന്ന് പൈസ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ മാനേജറുടെ പണം വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ചോദ്യമല്ലേ. ക്രെഡിറ്റിൽ തർക്കം വേണോ എന്നാണ് ചോദ്യം. ക്രെഡിറ്റിൽ തർക്കം വേണ്ട എന്നാണ് എൻ്റെയും അഭിപ്രായം. അത് കേരളത്തിൻ്റെ പ്രോജക്റ്റായി ഇന്ത്യയുടെ പോർട്ടായിട്ട് നാളെ മാറുകയാണ്. ഇനി അതിൻ്റെ വികസന പദ്ധതിയായി വിഴിഞ്ഞം മുന്നോട്ട് കൊണ്ടുവരുന്ന സുവർണാവസരം ഒരേപോലെ കേരളത്തിനും ഒരേപോലെ ഇന്ത്യക്കും ഗുണകരമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു പ്രത്യേകിച്ച് ആർക്കാണ് ക്രെഡിറ്റ് എന്നുള്ളൊരു തർക്കം എടുക്കേണ്ടതില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും ചില വാസ്തവങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞു പോകണം. ഒന്ന്, കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പങ്കാളിത്തം എന്താണ്? അതാണ് ഞാൻ തുടക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ച് നിർത്തിയത്. കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇതിന് മൊത്തം ചിലവാകുന്ന തുക എത്രയാണ്? 8493.44 കോടി രൂപ. ഇതിൽ എത്രയാണ് കേരള സർക്കാരിൻ്റെ വിഹിതം? 61.9%. 61.9%. 5223 കോടി രൂപയാണ്. കേന്ദ്രത്തിൻ്റെത് എത്രയാണ്? 0%. അതായത് ഗ്രാൻഡ് എന്ന നിലയിൽ നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം VGF ആയിട്ട് ഗ്രാൻഡായിട്ട് നമ്മൾ ചോദിച്ചത് നമുക്ക് പലിശയ്ക്ക് വായ്പയായിട്ട് തരികയാണ്. അത് 9.6%, 816 കോടി രൂപ, ഏകദേശം 817 കോടി 80 ലക്ഷം രൂപ വരും. അദാനിയുടെ ഭാഗത്തു നിന്ന് 28.9%, 2453 കോടി രൂപ. അപ്പോൾ ഇതിൽ സാമ്പത്തികമായി കേരളത്തിൻ്റെ പ്രോജക്റ്റാണ്. കേരളമാണ് ഇതിൻ്റെ 61% പൂർണ്ണമായിട്ടും ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സാമ്പത്തികമായി ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കേരളത്തിൻ്റെ പ്രോജക്റ്റാണ്. അതിൽ അദാനി 1/3 അദാനിക്ക് സ്വന്തമായിട്ടുള്ളത്. ആ 1/3 അദാനി നമുക്ക് ഇതിൻ്റെ തുറമുഖത്തിൻ്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്നതും. അപ്പോഴാണ് ഇനി അടിസ്ഥാനമായിട്ടുള്ളൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടണം. ഒന്ന്, LDF സർക്കാർ ഈ പ്രോജക്റ്റിനെ എതിർത്തത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണോ? അത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ മാത്രമല്ല എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിച്ച് LDF സർക്കാരിന് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഒരു മേനി നടിക്കേണ്ടത് 8 കാലി മമ്മൂഞ്ഞാണോ എന്നുള്ളതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 8 കാലി മമ്മൂഞ്ഞല്ല പിണറായി വിജയൻ എന്നതാണ് എൻ്റെ ടേക്ക്. അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പങ്കാളിത്തവും നേരത്തെ കരുണാകരൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 91 അല്ലേ, അന്ന് MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തുള്ള നീക്കങ്ങളും നമ്മൾ ഓർമ്മിച്ചു തന്നെ പോകണം. അവരുടെയൊക്കെ ഇനിഷ്യേറ്റീവ് ഇതിലുണ്ട്. നേരത്തെ സുജിയെ പറഞ്ഞതുപോലെ CP-യുടെ കാലത്ത് ഒട്ടേറെ പ്രോജക്റ്റുകൾ, ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്ന പല പ്രോജക്റ്റുകളും CP-യുടെ കാലത്ത് വിഭാവനം ചെയ്യപ്പെട്ടല്ലേ. സർവകലാശാല മുതൽ FACT മുതൽ അന്നത്തെ SBT എന്ന് പറയുന്ന സ്ഥാപനമടക്കം എത്രയെത്ര സ്ഥാപനങ്ങളാണെന്ന് CP-യുടെ കാലത്തുള്ളത്. അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റ് CP കൊണ്ടുപോകുന്നു എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വിഷണറീസ് ആയിട്ടുള്ള ലീഡേഴ്സ് കൊണ്ടുവരുന്ന പ്രോജക്റ്റുകളാണ്. അന്ന് MV രാഘവൻ വലിയ പ്രോജക്റ്റായിട്ടാണ് വരുന്നത്. ഇവിടെ മാത്രമല്ല, അഴീക്കലടക്കം വലിയ സാധ്യതകളുണ്ട് എന്ന് കണ്ടെത്തുന്നു. ആലപ്പുഴയിൽ തുറമുഖത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തുന്നു. അന്ന് അദ്ദേഹം ഒരു സാധ്യതാ പഠനം നടത്തുന്നത് മാത്രമല്ല, വലിയ തുറയിലുള്ള ഒരു ഡിക്രൂസിൻ്റെ ഒരു പത്തേമാരി ഗുജറാത്തിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം പോലും ഉണ്ട്. അന്ന് K. കരുണാകരനാണ് പോയിട്ട് അത് സ്വീകരിക്കുന്നത് ആ സമയത്ത്. പക്ഷേ അന്ന് ഈ തുറമുഖത്തിൻ്റെ ഒരു ലക്ഷണവും അതില്ല. അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് കിടക്കുന്ന നമ്മളുടെ തീരത്ത് നിന്നും 1 നോട്ടിക്കൽ മൈൽ അകലെ 24 മീറ്റർ ആഴമുള്ള ഒരു വലിയ സ്വാഭാവികമായിട്ടും അപ്പോഴും ഒരു വലിയ പത്തേമാരിയാണ് അവിടെ വരുന്നത്. 96 മുമ്പാണെന്ന് ഓർമ്മിക്കണം. അതിനുശേഷം പിന്നീട് എന്താ സംഭവിക്കുന്നത്?
പറയുന്നത് 2001 AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ശരിയാണ് നീക്കമുണ്ടായി. പക്ഷേ ആ നീക്കമുണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ആ അത് നയനാർ സർക്കാരിൻ്റെ കാലത്താണ്. നയനാർ സർക്കാരിൻ്റെ കാലത്ത് എന്താ സംഭവിച്ചത്? കുമാർ അസോസിയേറ്റ് എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ളൊരു ഏജൻസിയെ വെച്ച് പഠനം നടത്തുകയും ഒരു MOU ഒപ്പിടാനുള്ള കരാറിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ കഴിഞ്ഞാണ് പിന്നീട് ഇത് ഉമ്മൻചാണ്ടിയുടെ കോർട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള പ്രോജക്റ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ക്രെഡിറ്റ് ആർക്കെന്ന് ചോദിച്ചാൽ ഇവർക്കെല്ലാം അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. എന്താ VS അച്യുതാനന്ദൻ ക്രെഡിറ്റ് ഇല്ലേ? ഞാൻ നേരത്തെ പറയായിരുന്നു 2010 ഒക്ടോബർ മാസത്തിൽ ഈ VS അച്യുതാനന്ദൻ ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ വലിയ ചിത്രങ്ങൾ സഹിതം ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതുമാണ്. കരാറുണ്ടാക്കി നോക്കൂ. മാത്രമല്ല ആ സമയത്ത് 2006 ഒരു വലിയ ടെൻഡർ നടക്കുന്നില്ലേ VS അച്യുതാനന്ദൻ്റെ കാലത്ത്? 40 കമ്പനികളിലെ ആ ടെൻഡറിൽ പങ്കെടുക്കുന്നത്. ആ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുക്കുന്ന കമ്പനികളിൽ ഒരു കമ്പനിയുടെ ടെൻഡർ ലാൻകോ കൊണ്ടപ്പള്ളി നെഗറ്റീവ് ടെൻഡർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിന് അങ്ങോട്ട് 115 കോടി രൂപ കൊടുത്ത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി വന്ന കമ്പനിയാണ് ലാൻകോ കൊണ്ടപ്പള്ളി. ഒടുവിൽ എന്താ സംഭവിച്ചത്? ലാൻകോ കൊണ്ടപ്പള്ളിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ക്ലിയറൻസും കിട്ടി. പക്ഷെ അപ്പോഴാണ് പ്രശ്നം വരുന്നത്. സൂം കൺസോർഷ്യം കൊണ്ട് കേസ് കൊടുക്കുന്നു, പിന്നീട് നൂലാമാലകളിൽ കുടുങ്ങുന്നു. അങ്ങനെ ലാൻകോ കൊണ്ടപ്പള്ളി അതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷം ആരും ഈ പദ്ധതി ഏറ്റെടുക്കാൻ വരാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രോജക്റ്റ് എന്ന നിലയിലേക്ക് KV തോമസിന്റെ അധ്യക്ഷതയിൽ അത് കൂടുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ പോർട്ട് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരിക്കണമെന്നൊരാവശ്യമാണ് അന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും മുന്നോട്ട് വെച്ചതും ഉമ്മൻചാണ്ടിയും അന്നത്തെ പ്രതിപക്ഷ നേതാവും എല്ലാം അംഗീകരിച്ചതും അതാണ്. അവസാന നിമിഷം വരെ അങ്ങനെ തന്നെ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. 2012-13 വരെ ആ നിലപാട് സ്വീകരിച്ച് ഉമ്മൻചാണ്ടി 2013 ആകുന്ന സമയത്ത് ആ നിലപാടിൽ നിന്നും മലക്കം അറിയുന്നുണ്ട്. എന്നിട്ട് അതൊരു PPP പ്രോജക്റ്റിലേക്ക് അത് മാറ്റുന്നുണ്ട്. ആ പ്രോജക്റ്റിലെ വ്യവസ്ഥകളായിരുന്നു യഥാർത്ഥത്തിൽ LDF ആദ്യഘട്ടത്തിൽ എതിർത്തത്. നമ്മളും കേട്ടാൽ സ്വാഭാവികമായിട്ടും അന്യായമാണെന്ന് തോന്നുന്നൊരു പ്രോജക്റ്റല്ലേ. 1/3 മാത്രമുള്ള അദാനി കമ്പനിക്ക് 40 വർഷത്തേക്ക് ഈ പ്രോജക്റ്റിൻ്റെ 40 വർഷവും പിന്നീട് തുറമുഖത്തിൻ്റെ പണി നടക്കുന്ന തുറമുഖ വികസനത്തിൻ്റെതായിട്ടുള്ള 20 വർഷവും മൊത്തം 60 വർഷത്തേക്ക് അതാണ് CAG ചോദിച്ചത്. 60 വർഷത്തേക്ക് നിങ്ങൾ ആ ഏരിയയുടെ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ റിയൽ എസ്റ്റേറ്റ് അവകാശങ്ങളും കൊടുക്കുകയാണ്. ആ കമ്പനിക്ക് കൊടുക്കുമ്പോൾ ആ 69% മുടക്കുന്ന സംസ്ഥാനത്തിന് കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? 20 വർഷത്തിനു ശേഷം 1 വർഷം 1% എന്ന നിരക്കിൽ 20 വർഷമാകുമ്പോൾ 20, 40 വർഷമാകുമ്പോൾ 40% എന്ന നിരക്കിലാണ് കിട്ടുന്നത്. മാക്സിമം 40% കിട്ടൂ. അതും എപ്പോഴാണ്? അപ്പോൾ ഈ പ്രോജക്റ്റ് വയ്ക്കുമ്പോൾ സ്വാഭാവികമായി ആളുകൾ ചോദിക്കൂലേ, 1/3 കമ്പനിക്ക് 60 വർഷത്തേക്ക് സമ്പൂർണ്ണമായിട്ട് റിയൽ എസ്റ്റേറ്റിൽ 30% സ്ഥലത്തിന് അധികമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക, അത് സൈൻ ചെയ്യുക. അങ്ങനെ സൈൻ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സംശയം വരും. ഇതിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ വല്ലാർപാടം നോക്കൂ. വല്ലാർപാടം കമ്മീഷനിങ് കഴിഞ്ഞ ആദ്യ വർഷം മുതൽ 33% സ്റ്റേറ്റിന് കിട്ടുന്നുണ്ടെന്നേ. ഇവിടെയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാകുമ്പോൾ ഇപ്പോഴും ഈ അന്യായ വ്യവസ്ഥ ഇതിനകത്തുണ്ട്. അപ്പോഴൊരു ചോദ്യം, അന്ന് കടൽക്കൊള്ള എന്ന് വിളിച്ചത് ഇന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഈ പദ്ധതി ഈ റിപ്പോർട്ടിൽ ഈ മെമ്മോറാണ്ടം അല്ലാതെ മറ്റൊരു മെമ്മോറാണ്ടം തിരുത്തി എഴുതി പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റത്തില്ല. LDF അതുകൊണ്ട് നടപ്പിലാക്കാൻ എല്ലാ ദൗർബല്യങ്ങളോടും കൂടി ഈ UDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന അന്യായമായ ഈ വകുപ്പുകൾ സഹിതം ഞങ്ങളിത് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF സർക്കാർ നടപ്പിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 2013 വലിയ മനുഷ്യച്ചങ്ങല ഇവിടെ ഈ സംഘടിപ്പിക്കുന്ന എന്തിനാ? 2013 212 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നിരാഹാര സമരം പാളയത്തുണ്ടായിരുന്നില്ലേ? കോടിയേരി ബാലകൃഷ്ണനല്ലേ അതിന് നേതൃത്വം നൽകിയത്? ഇതൊന്നും മറന്നുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് വിളിക്കുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന ചോദ്യത്തിന് ക്രെഡിറ്റിൽ തർക്കം വേണ്ടതില്ല. പകരം ഇത് ഉമ്മൻചാണ്ടി സർക്കാരും അതിനു മുമ്പ് വന്ന K കരുണാകരൻ സർക്കാരും MV രാഘവനും അതിനുശേഷം വന്ന EK നായനാരിൻ്റെ സർക്കാരും പിന്നീട് VS അച്യുതാനന്ദൻ്റെ കാലത്ത് കൊണ്ടുവരുന്ന സർക്കാരും എല്ലാം ഈ പ്രോജക്റ്റിനുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ പ്രോജക്റ്റിൽ ഒരു പ്രത്യേക സർക്കാരിൻ്റെ മാത്രം ക്രെഡിറ്റ് എന്ന നിലയിൽ അവതരിപ്പിക്കേണ്ടതിൽ കേരളത്തിൻ്റെ കൂട്ടായ പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ സർക്കാരിന് എൻ്റെ ഒരു പൊളിറ്റിക്കൽ വിൽ നേരത്തെ സുജിയ പറഞ്ഞതുപോലെ ഇതിനകത്തുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ വിൽ ഉള്ളത് കൊണ്ടാണ് UDF കൊണ്ടുവന്ന ഒരുപാട് പരിമിതികളുള്ള CAG-യുടെ ചോദ്യങ്ങൾ ഒരുപാട് വന്ന ഈ മെമ്മോറാണ്ടം അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് ആ കരാർ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോയത്. ഇതുമൂലം എന്താ സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരേ ഒരു വിയോജിപ്പ്, കേന്ദ്ര സർക്കാരിന് ഇത് ഒരു വർഷം ഇത് കൊടുക്കുന്ന ലാഭം എത്രയാണെന്ന് അറിയാമോ? ഈ നിലവിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ 10,000 കോടിയാണ് ഈ ഒരു വർഷം ഈ ക്രയവിക്രയത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. ആ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 60% കേന്ദ്രത്തിനാണ് പോകുന്നത്. 6,000 crore per year. 6,000 കോടി രൂപ കേന്ദ്രത്തിന് കിട്ടുകയാണ്. ആ കിട്ടുന്ന പ്രോജക്റ്റിൽ നിന്ന് 817 കോടി രൂപ കുറച്ച് വായ്പയായിട്ട് VGF
ഗ്യാപ്പായിട്ട്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് തരാൻ പറയുമ്പോൾ അത് ഗ്രാൻഡായിട്ട് തരാതെ ലോണായിട്ട് തരാം, NVP ആയിട്ട് തരാം എന്ന് പറയുന്നതിലെ അന്യായം മാത്രമേ എനിക്ക് ചോദ്യം ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒരു സാന്നിധ്യം, ഒരു വിഷൻ, ഒരു ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ഒക്കെ അതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ കാഴ്ചപ്പാടിൽ നമ്മുടെ കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളം ഇപ്പോൾ അത് കടമെടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? 10,000 കോടി രൂപ ഈ പ്രോജക്റ്റ് തീരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എക്സ്ചെക്കറിന് അധികമായിട്ട് ബാധ്യത വരാൻ പോവുകയാണ്. കാര്യം 817 കോടി രൂപ തിരിച്ചടയ്ക്കുമ്പോൾ അത് മൊത്തം കണക്കൂട്ടി വരുമ്പോൾ 10,000 കോടി രൂപയായിട്ട് മാറും. നമ്മൾ വട്ടപ്പലിശക്കാരിൽ നിന്ന് പൈസ എടുത്ത് വീട് വയ്ക്കുന്ന പോലൊരു അവസ്ഥയാണ്. പക്ഷേ ഇത് ലാഭം ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ പണം വേണം. അതുകൊണ്ട് 817 കോടി 80 ലക്ഷം രൂപ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ന്യായമായും ഗ്രാൻഡായിട്ട് കിട്ടേണ്ടത് ഇപ്പോൾ വായ്പയായിട്ട് നമ്മൾ എടുത്ത് നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കുകയാണ്. നാളെ ഈ പദ്ധതി എന്തായാലും രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ആ പദ്ധതി വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിയുടെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതേസമയം എട്ടുകാലി മമ്മൂഞ്ഞാണ് എന്നുള്ള ആക്ഷേപമൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. കാരണം ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ റീസൺസ് അന്ന് എതിർക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പോഴും ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ തന്നെ ന്യായയുക്തമല്ലാത്ത വകുപ്പുമായിട്ടാണ് എന്നതുകൂടി നമ്മൾ പറയണം. പക്ഷേ ഇത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഇതൊരു ലാസ്റ്റ് ബസ്സാണ്. ആ ബസ്സിൽ കയറിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സന്തോഷത്തോടു കൂടി നാളെ നമുക്ക് ആ ബസ്സിൽ കയറി യാത്ര ചെയ്യാം, ആ ബോട്ടിൽ കയറി മദർഷിപ്പിൽ കയറി യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷകരമായ കാര്യം. ക്രെഡിറ്റിൽ തർക്കം വേണ്ട എന്നാണ് എൻ്റെയും അഭിപ്രായം. നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ഇടവേളയില്ല, ഇടവേളയ്ക്ക് മുമ്പ് നമ്മളതിൻ്റെ വിധി പറയുന്നു. ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം നോ എന്നാണ്. Meet the editors.